ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ. ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങ പിന്നെ പയർ, ഇത് രണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ സാധാരണയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും യൂട്യൂബ് ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തവണ ഞാൻ ഒന്നും നോക്കാണ്ട് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചത്. ചിലപ്പോൾ നന്നാവുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും, ഇനിയിപ്പം മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ 4 കഷ്ണം വഴുതനങ്ങ, 5 പീസ് പയർ, ഇതാണ് നമ്മൾ ഇന്ന് ഉപ്പേരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ പോകാം. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥകൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള പയറും വഴുതനങ്ങയും. ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒരുപാട് വലുതാക്കി ചിലപ്പോൾ കഴിക്കാൻ തോന്നിയില്ലെങ്കിലും, ഞാൻ സാധാരണ വഴുതനങ്ങ ഉപ്പേരി അങ്ങനെ കഴിക്കുന്ന ആളല്ല. ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കറിയിൽ ഇങ്ങനെ ജ്യൂസി ആയിട്ടൊക്കെ കിട്ടുമ്പോൾ കഴിക്കലുണ്ടെന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ? ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഞാൻ തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കണം. ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു അളവെന്ന് പറയുമ്പം നമ്മുടെ വഴുതനങ്ങ അല്ലെങ്കിൽ ആ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. കുറച്ച് വെള്ളം വറ്റാനുണ്ടായിരുന്നു, അതാ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം മൊത്തത്തിൽ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനം. കുറച്ച് രണ്ടും മിക്സ് ആക്കിയിട്ടുണ്ട്, കാരണം കുറച്ചായതുകൊണ്ട് ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെളുത്തുള്ളി കുറച്ച് ഒരു 3-4 എണ്ണം അരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അരിയാം. കത്തിയപടി. ഓക്കെ, അപ്പം ഞാനിവിടെ വെളുത്തുള്ളി അരിഞ്ഞിട്ട് വരാം. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല, ഇവിടെ എണ്ണ ചൂടാവുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ ഇത് കഴിഞ്ഞിട്ട് അരിയാന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സാധനം ഇടാം. ഓക്കെ, ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് നല്ലപോലെ എണ്ണയിൽ ഫ്രൈ ആവാനായിട്ട് എന്താക്കുക, വെക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഫ്രൈ നല്ലപോലെ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇടണം. ഓക്കെ, ഞാൻ പോയിട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് വരാം. ഈ വെളുത്തുള്ളി നമ്മൾ എന്തിനാണ് ഇടുന്നത് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് പൊതുവേ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ വരുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. ഇനി അഥവാ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നെങ്കിൽ അത് ഒഴിവാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി നമുക്ക് ചേർക്കാം. ഒരു നൈസായിട്ടുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നാലും ഞാനിവിടെ വെളുത്തുള്ളി ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്താക്കുന്നു, അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട്. ഞാനൊരു 4 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിലെന്താക്കുക, ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലിടാം.
അരിഞ്ഞിട്ടും ഇടാം, അരിയാണ്ടും ഇടാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. നമുക്കെന്തായാലും മുഴുവനെ ഇതിലിടാം. സോറി, എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് ഇല്ലോട്ടിടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് 2 എണ്ണം ഇട്ടോ. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഇതാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകില്ലേ, ഒരു 2 പച്ചമുളക് നമുക്കിതിലോട്ട് ഇടാം. അപ്പോൾ ഇടാം. അപ്പോൾ ഇതാ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇതിലോട്ട് ഇടുന്നു. അത്രേ ഉള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ടോ. ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അടച്ച് കുറച്ച് നേരം വെക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. കുറച്ച് കുറഞ്ഞ പോലെ ഒരു തോന്നൽ, ആ തോന്നൽ വെച്ച് നമ്മൾ ഇരിക്കണ്ടല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള അടപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ അടപ്പ് കണക്കാകൂ, ചെറുതായി പോയി ഗൈസ്. നമ്മൾ വലിയ അടപ്പ് തേടേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരു സാധനവും കാണൂല. യെസ്, അങ്ങനെ നമ്മൾ അടുപ്പ് കണ്ടെത്തി വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താക്കുക, ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, കാരണം നമ്മൾ ലാസ്റ്റ് ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് എത്തിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണെന്നുള്ളത് അത്രയും നല്ലതാണ്. കാരണം നമ്മൾ കുനുകുന അരിഞ്ഞ സാധനങ്ങളാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് തീ വേണ്ട. സോ അത് അങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് ഞാൻ തരാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എപ്പോഴും പറയുന്ന കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ബിക്കോസ് അതാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതിനുള്ള എൻ്റെ പ്രചോദനം. സോ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു സമയം, അതായത് ഇപ്പോൾ നമ്മൾ ഈ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അതായത് ഉള്ളി അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. പിന്നെ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വലിയ എരിവില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി പച്ചമുളക് എടുക്കാം. ഒരു 2 പച്ചമുളക് എടുക്കാം. പിന്നെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് സെറ്റ്. പിന്നെ കറിവേപ്പില, അതൊക്കെ നമുക്ക് എടുത്തിട്ടാനേ ഉള്ളൂ. പക്ഷേ ഉള്ളിയും പച്ചമുളകും നമുക്ക് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. യെസ്, ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഫ്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഈ ഒരു സാധനം ഞാൻ അധികം കഴിക്കാത്തൊരു സാധനമാണ്. നല്ലപോലെ ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയ ഒരു സാധനവും കൂടിയാണ്. അപ്പം വെളുത്തുള്ളിയൊക്കെ ജീവനോടെ ഉണ്ട്, ഇപ്പോഴും ചത്തിട്ടില്ല. അതിനെ നമുക്ക് കൊല്ലണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ ഇറങ്ങി
നമുക്ക് കഴിക്കാനുള്ള ഒരു ത്വര വരത്തുള്ളൂ. ആസ് എ വെളുത്തുള്ളി ഫാൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യൂ, വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് വേണ്ടിയുള്ള സാധനം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനതിനെ കൊല്ലുന്നുണ്ട്, അതായത് അതിന് ഞാൻ അരക്കുന്നുണ്ട് ഈ ഒരു വെളുത്തുള്ളിനെ, കാരണം അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിച്ചെല്ലാൻ. മുളക് പിന്നെ ചാവും, ചത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി എറിയാം. നല്ല പോലെ ഫ്രൈ ആവട്ടെ. ഇതിൽ ഈ ഒരു സമയം നമ്മൾ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളത് അതിന് വേണ്ടി വേറെ സമയം, വേറെ പാത്രം വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വരുന്ന ഒരു ഫ്ലോ പോലെ ആയിരിക്കും നമ്മുടെ എല്ലാം കുക്കിംഗ് സ്റ്റൈൽ, പിന്നെ എല്ലാം അതുപോലെയാണ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെക്കാം. സാവകാശം ഉണ്ടാക്കേണ്ട ഒരു ഡിഷാണിത്, കാരണം ഇത് സാവകാശം ആണ്. അതൊന്ന് ഫ്രൈ ആയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി വന്ന് മെല്ലെ ചെയ്യുമ്പം എല്ലാത്തിനും ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വേറൊരു പണിയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഏകദേശം 12 മണിയായിട്ടുണ്ട് തോന്നുന്നു. ഉച്ചയ്ക്ക് ഫുഡ് ആക്കണമല്ലോ. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും അതും കൂടി കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പം കുഴപ്പമില്ലല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് നടക്കട്ടെ. സോ നമുക്ക് അതിനു വേണ്ടി നമുക്ക് പ്രിപ്പയർ ആവാം. ഇthen നമ്മൾ കുക്കർ വെക്കുന്നു. ഇച്ചിരി സ്ഥലമില്ലായ്മ പോലെ ഉണ്ട്. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അയൽക്കൂട്ടങ്ങളായാൽ അപ്പുറം ഇപ്പുറം ഒരുമിച്ച് പോകണമെന്നാണ്. ഇതെന്തത്? ഓ ഗൈസ്, സ്റ്റൗവൊക്കെ ഇളങ്ങി വന്നു. ഓക്കെ, നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓ ഗൈസ്, ഇതിനു വേണ്ടി നമ്മൾ എന്തെടുക്കണം? കുറച്ച് ഉള്ളി എടുക്കുക, കറിവേപ്പില എടുക്കുക. വെളുത്തുള്ളി വേണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉമ്മ കറിവേപ്പില ഇടിയോ? കറിവേപ്പില ഫ്രിഡ്ജിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ സമയമായിട്ടില്ല. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചോ, പെട്ടെന്ന് വെള്ളമൊക്കെ പോട്ടെ. അത് പോയിട്ടാണ് നമ്മൾ ഉള്ളി സെറ്റ് ചെയ്യേണ്ടത്. കമോൺ ഉള്ളി. അത് വേണ്ടിയിട്ടുണ്ട്. ഈ കോഴികൾ എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടവർ മനഃപൂർവ്വം ഈ അടുക്കള ഭാഗത്ത് വന്നിട്ട് കൊക്കോന്ന് വിടും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി ചിലപ്പോൾ വോയിസ് എൻഹാൻസ് ചെയ്യുമ്പം ചിലപ്പോൾ പോവുമായിരിക്കും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആവട്ടെ. നമുക്ക് നമ്മുടെ വീഡിയോ എന്തായാലും തുടരെ പോവണം എന്നുള്ളത് കൊണ്ട് പോകുന്നു. ഓക്കെ, അതിന് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലോട്ട് എന്താക്കാം? വെളിച്ചെണ്ണ ഒഴിക്കാം. യെസ്, കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇടണം? സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനങ്ങളൊക്കെ ഇടുക. കറുഫ, ഏലക്ക, ഗ്രാമ്പൂ, വേണമെങ്കിൽ ജീരകം. ഏത് ജീരകമാണ് ഇടുന്നത്? ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒരു ജീരകേ ഉള്ളൂ, അത് നമുക്കിടാം. വലിയ ജീരകമാണെന്ന് തോന്നുന്നു. എന്ത് ജീരകം കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആളെ തികക്കണത് കൊണ്ട് നമ്മൾക്കിടാം. ഓയിൽ ചൂടാവട്ടെ. ഓയിൽ ചൂടായിട്ട് നമുക്ക് ആദ്യം ഒരു ഏലക്ക, ഒറ്റ പീസ് ഏലക്ക. എന്നിട്ട് നമ്മൾ 2 ഗ്രാമ്പു, ആ 3 ഗ്രാമ്പു ആയിക്കോട്ടെ. 3 ഗ്രാമ്പു, പിന്നെ കറുവപ്പട്ട, അങ്ങനെ എന്തോ ആണല്ലോ. കറുഫിനെ നമ്മൾ എന്താക്കുക? കുനുകുന പൊട്ടിച്ചിട്ട് ഇടാം. കറുഫ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്.
പിന്നെ നമ്മുടെ ജീരകം കുറച്ചിട്ടാൽ മതി, ഒരുപാട് കൂടണ്ട. ഒരു 10-12 പീസ് ഞാൻ കുറച്ചും കൂടി ഇടാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇപ്പോഴാണ് ആ ഒരു ഓയിലിന് തിള വന്നിട്ടുള്ളത്. അത് തിളക്കട്ടെ. ആ സമയങ്ങളിൽ നമ്മൾ എന്താക്കുക, എടുത്തു വെച്ച സാധനങ്ങൾ അതതിൻ്റെ പ്ലേസിൽ കൊണ്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഉമ്മ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. അതെന്തെങ്കിലും ആവട്ടെ. സോ ഇനി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയ ചട്ടുക എവിടെ പോയി? തൽക്കാലം ഈ ചട്ടുക നമുക്ക് കഴുകി വരാം. യെസ്, അപ്പോൾ തിള വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉള്ളി ഇടാം. അമ്മേ, എത്ര നമ്മൾ കുക്കിംഗ് ചെയ്താലും ഈ ഉള്ളി ഇടുന്നത് ഇപ്പോഴും എനിക്ക് ടാസ്ക്കാണ്. എന്നെപ്പോലെ ഉള്ളി ഇടുന്നതും അല്ലെങ്കിൽ തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുന്നതൊക്കെ ടാസ്ക് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നല്ല ടാസ്ക്കാണ്, നല്ല റിസ്ക്കാണ് ഈ പരിപാടി. ഒരു മയത്തിലൊക്കെ നമ്മൾ ചെയ്തു വിടുക. ഇനി നമ്മൾ കറിവേപ്പിലേൻ്റെ ടൈമാണ്. കറിവേപ്പില വാരി ഒഴിക്കുക. കറിവേപ്പില പെറുക്കിയിടുക. കുറേ കറിവേപ്പില ഇട്ടോ, കറിവേപ്പില ആവശ്യത്തിനുണ്ടെങ്കിൽ ആവശ്യത്തിനിടുക. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അത് അവിടെ കിടന്നാവട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പേരിൻ്റെ കാര്യം നോക്കാം. നമ്മളത് മറന്നു പോകരുത്. വാവ്, നല്ല മണമൊന്നുമല്ല, കാരണം നമ്മൾ മസാലകളൊന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ പച്ച മണം അല്ലെങ്കിൽ പച്ച ഇല വേവിക്കുന്നൊരു മണമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു മണം. നമ്മൾ നല്ല പോലെ അടി തട്ടാണ്ട് സൂക്ഷിക്കുക. ഇപ്പോൾ കുറച്ചും കൂടി ബ്രൗൺ കളറായിട്ടുണ്ട് സാധനം. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇപ്പൊ വരാം. ഉമ്മ, ഏത് കുട്ടിയാണ് നടക്കുന്ന? ആയാലും ഇത് പൊരിക്കേണ്ടത് ആദ്യം. നമ്മൾ ഈ സാധനം അരിഞ്ഞപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. പൊരിച്ചപ്പോഴത്തേനും ഇത്രയായി. ഞാൻ വിചാരിക്കുന്നു ഒഴിച്ച ഓയിലിനേക്കാളും കുറഞ്ഞു പോയി. കുഴപ്പമില്ല. ഒന്നാമത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ആരെല്ലാം ചെയ്യുന്നത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. സ്വന്തമായിട്ടുള്ളൊരു വഴി കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അമളികൾ പറ്റും. നമ്മളത് എന്ത് ചെയ്യണം? അത് തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്നെങ്കിലും നമുക്ക് കാണാം. ഓക്കെ, ഇനി കുറേ നേരം ഇരിക്കണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഇത് വന്ന് ഒരുപാട് ഡാർക്ക് കളറായിട്ടുണ്ട്. കാണിച്ചിട്ട് ഇതാണ് ഇപ്പം ഇതിൻ്റെ ഒരു സ്ഥിതി. ഇപ്പുറത്ത് നെയ്ച്ചോറ് ഓടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ഉപ്പേരിക്കുള്ളത് ഓടിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. കുറച്ചും കൂടി സമയം എടുക്കും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഗൈസ്, ഏകദേശം നല്ലോണം ഡാർക്ക് ആയിട്ടുണ്ട് നമ്മുടെ സാധനം. പിന്നെ നമുക്ക് ഏതായാലും വേറെ പാത്രം എടുക്കണം. കുക്കറാണ് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നത്, ചെറിയ കുക്കർ. വേറെ പാത്രം ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ കുക്കറിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ആ പാത്രം സൈഡാക്കിയിട്ട് കുക്കറിലോട്ട് നമുക്ക് എന്താക്കാം, മറ്റുള്ളവ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും പറയലാണ് മുഖ്യം. കാരണം അമ്മേ ചെയ്യുന്നത് എല്ലാവർക്കും കാണിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് കാണിക്കാത്തത്. എന്നാലും ഞാൻ കാണിക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ എടുക്കാം. കുക്കർ എടുത്തിട്ട് വരാം. ഓക്കെ, കുക്കർ. അപ്പോൾ നമ്മൾ ആ അടുപ്പ് ഓഫാക്കാണ്ട് തന്നെ ഡയറക്റ്റ് കുക്കർ എടുക്കുന്നു. കുക്കറിൽ കുറച്ച് വെള്ളമുണ്ട്, നല്ലപോലെ ഒന്ന് വെച്ചട്ടെ. ഇതിലിനിപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ആവശ്യത്തിലധികം ഓയിൽ ഒഴിച്ച സ്ഥിതിക്ക് ഒരുപാട് ഒഴിക്കേണ്ട. ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. ഓക്കെ, ഉള്ളി എല്ലാ അബദ്ധങ്ങളാണല്ലോ പഠിച്ചോനി. ഉപ്പേരിനേക്കാൾ കൂടിപ്പോയി ഉള്ളി. കുഴപ്പമില്ല, ഉള്ളിയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്, കൂടിയാലും കുഴപ്പമില്ല. കാരണം ഉപ്പേരിയാണ്. പിന്നെ നമ്മളിതിൽ മുട്ട ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ കൂടും. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഞാൻ പോയി മുട്ട എടുത്തിട്ട് വരാം. നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. ആദ്യം ഞാൻ വിചാരിച്ചത് തേങ്ങ ഇടാനെന്നായിരുന്നു. പക്ഷെ തേങ്ങ ചിരുവാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ മുട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, രണ്ടും ഈക്വലാണ്. എന്താണെങ്കിലും ഒരു ബാലൻസ് ആയിട്ട് പോവും. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടാവാനായിട്ട് കുറച്ച് തീ കൂട്ടി വയ്ക്കാം. യെസ്, ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വയ്ക്കാം, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് കടുക് എടുക്കാം. അത് ഒരുപാട് വേണ്ട, വളരെ കുറച്ച്, എത്ര ഉള്ളൂ. ഒരു ചൂടാകുന്ന സമയം ചൂടായി. കുറച്ച് പുറത്ത് പോയായിരുന്നു, അതിന് പകരം നമ്മൾ കുറച്ചും കൂടി ഇട്ടു. അമ്മേ പൊട്ടുന്നുണ്ട്. പൊട്ടുമ്പോൾ നമ്മൾ ആരും കണ്ടില്ല. ഓക്കെ, കടുക് ചൂടായിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കാം. അരിഞ്ഞ ഉള്ളി ഇടുന്നു. ഈ തവി വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യാം. അമ്മേ, പണ്ടാരം പോ. ആ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഉള്ളിയും ഞാൻ ഇടുന്നില്ല, കാരണം കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഉള്ളി ഇടുന്നു, പിന്നെ പച്ചമുളക് ആഡ് ചെയ്യുന്നു. പച്ചമുളക് അങ്ങനെ വലിയ എരിവില്ലാത്തത് കൊണ്ടാണ്
അതിലും ഇതിലും എല്ലാം പാടെ ഇടുന്നത്. കാണിച്ചു തരാം. നല്ല പോലെ വാടട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ടിടാം. ഓക്കെ, എന്തോ അപാകത. ഓക്കെ, എന്നിട്ട് ഒരു വെളിച്ചത്തിൻ്റെ കുറവുണ്ടല്ലേ. ഇവിടെ ലൈറ്റ് കുറച്ച് പണ്ട് ഇവിടെ ആയിരുന്നു വെളിച്ചം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇരുട്ടിച്ച മാതിരി തോന്നുന്നത്. കുഴപ്പമില്ല. ഇതൊക്കെ പറക്കുന്ന ഇവിടെ സാധനങ്ങളൊക്കെ. ഇനിയാണ് ഗൈസ് നമ്മുടെ മസാല ടൈം. സാധാരണകളിലായിട്ട് ഉപ്പേരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മസാലകൾ, അങ്ങനെ ഇന്ന മസാലകൾ, അങ്ങനെയൊക്കെ റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതെല്ലാം വെറുതെയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കണ്ണിൽപ്പെടുന്ന എല്ലാ മസാലകളും ഞാനിതിലിടും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഉള്ളി ഏകദേശം വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മഞ്ഞളിലെ ലൊക്കേഷൻ വേറെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾ എടുക്കുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇടുന്നു. അപ്പോൾ മഞ്ഞൾ നമ്മളിട്ടു. ഇനി നമ്മൾ സാമ്പാർ മസാല. നിങ്ങൾ വിചാരിക്കും സാമ്പാറിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. കുറച്ച്, വളരെ കുറച്ച് ഇട്ടു. ഇനി ഇതാണ് കൊറിയാണ്ടർ പൊടി, കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് വളരെ കുറച്ച്, കാരണം നമ്മുടെ ഉപ്പേരി വളരെ കുറച്ചാണ്. ചിക്കൻ മസാല, മീറ്റ് മസാല ഇതൊന്നും നമുക്ക് വേണ്ട. ബിരിയാണി പെപ്പർ പൗഡർ ഓക്കെ, പെപ്പർ പൗഡർ കുറച്ചിട്ടോ, കാരണം മുട്ടയൊക്കെ ഇടുന്നല്ലേ. അപ്പോൾ നമ്മൾ പെപ്പർ പൗഡർ ഇട്ടോ. കുറച്ചിട്ടിട്ട് പിന്നീട് ലാസ്റ്റ് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള അടിച്ചിട്ടില്ല, നമ്മളിനി മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ മുട്ട ഒഴിക്കാം. ഈ മുട്ട വരാൻ ഇത്തിരി താമസം. മുട്ട ഇതെന്താ കോഴീൻ്റെ അപ്പിയോ? അടുത്ത മുട്ട ലാക്കുനി. നെക്സ്റ്റ് മുട്ട. ഇനി നമ്മൾ കൈയൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാം. നമ്മൾ ഒരു കാര്യം മറന്നുപോയി ഗൈസ്, മുളക് പൊടി നമ്മൾ തുടക്കത്തിലിടണം. ഞാൻ മറന്നുപോയതാണ്. മുളക് പൊടി അങ്ങനെയാണ്, നമുക്ക് ഓർമ്മ വരുമ്പോഴാണ്. കുറച്ച് മതി, കളറൊന്നും മാറാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട, ഇതാണ് ലുക്ക്. നമ്മളെന്താക്കുക, നല്ല പോലെ അങ്ങോട്ടേക്ക് ഇന്ത്യൻ്റെ ഫ്ലാഗ് പോലെയൊക്കെ തോന്നുന്നു. പച്ച, വെള്ള, ചുമപ്പ് അതൊന്നും കാര്യമാക്കണം. നമ്മളെ മുട്ടകളൊക്കെ അങ്ങനെയാണ്. നല്ല പോലെ അങ്ങോട്ടേക്ക് എന്താക്കുക, മിക്സ് ചെയ്ത് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടയും കൂടി സെറ്റായിട്ട് വേണം നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച വഴുതനങ്ങനെ നമുക്കിതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. മുട്ട ഒന്ന് ഡ്രൈ പോലെ വരണം. ഓക്കെ, ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടോ? ഉപ്പിടാം, കാരണം മുട്ടയിൽ നമുക്ക് ഉപ്പ് ചുവക്കണമെന്നില്ല. സോ കുറച്ച് ഉപ്പിടുന്നു. നീ കഴിക്കുമ്പോൾ ഉപ്പിച്ച കട്ട കിട്ടുമോയെന്ന് എനിക്കറിയില്ല, എന്നാലും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാം. നമ്മൾ ഒരുപാട് ലാഗാക്കുന്നില്ല. മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും
അങ്ങനെയാ? ഓക്കെ, അപ്പോൾ കുക്കറിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാം എന്നാണ് ഉമ്മയുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ തീ ഓഫ് ആക്കണ്ടല്ല. ഓക്കെ, നമ്മൾ എന്താക്കുക, കുക്കറിലുള്ള മുട്ടകളൊക്കെ നമ്മൾ, അയ്യോ കറിവേപ്പില ഇടാൻ മറന്നുപോയി. അത് സാരമില്ല, നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കുട്ടപ്പനാക്കാം. ആൾക്കാർ കുറച്ച് അമ്മണിയൊക്കെ പറ്റും, എനിക്ക് ഇച്ചിരി കൂടുതൽ പറ്റുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം നല്ലൊരു ലുക്കിലുണ്ട്. ലുക്കിൽ മാത്രമാണോ എന്ന് നോക്കാം നമുക്ക്. എന്തായാലും കുഴപ്പമില്ലാത്ത നമുക്ക് കറിവേപ്പില ഇടാം. എന്തായാലും അപ്പോൾ കറിവേപ്പില കുറച്ച് കറിവേപ്പില പ്രശ്നമില്ലല്ലോ. ലാസ്റ്റ് ഇട്ടാ കറിവേപ്പില നമ്മൾ ഇടുന്നു, അത്ര. ടെൻഷൻ ആവണം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം നല്ല രീതിയിൽ ഉണ്ട്. ഇനി ടേസ്റ്റ് കൂടി നോക്കിയിട്ട് വേണം നല്ലതാണോ കെട്ടതാണോ എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് കുറച്ചും കൂടി വെതറാം. ഓക്കെ, ഇതോടെ നമ്മുടെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. നമുക്കിതിനെ ആരെങ്കിലും കൊണ്ടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക സാധനം എങ്ങനെ. ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ ഹായ് എന്ന് പറയുമ്പം ഹായ് എന്ന് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ എന്തായാലും ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് വാപ്പാനെ കൊണ്ടിച്ച് ടേസ്റ്റ് നോക്കി വയ്ക്കാം. ഓക്കെ, ഉമ്മ ഓൾറെഡി നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല എന്ന്. അപ്പം നമ്മൾ എന്താക്കാം, സാധനത്തിനെ മാറ്റി പാർപ്പിക്കാം. മണം ഈസ് ഗുഡ്, ദെൻ ഗുഡ്. ഞാനിതാ ഈ പാത്രത്തിലോട്ട് കുറച്ചെടുത്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് വാപ്പാനെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിക്കാം. കമോൺ, വാപ്പ എവിടെ പോയി? വാപ്പാ, 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 വാപ്പാ. ഗൈസ്, വാപ്പ പള്ളിയിൽ പോയിട്ടുണ്ട്. എന്തായാലും പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെന്തായാലും ബാക്കിയും കൂടി കാണാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയണമല്ലോ നമ്മൾ ഉണ്ടാക്കിയ സാധനം നല്ലതാണോ ആണോ എന്നറിയണമല്ലോ. അതുകൊണ്ടാണ്. ഞാനിത് കഴിച്ചിട്ടില്ല. എനിക്ക് ഉണ്ടാക്കിയ പാടെ കഴിച്ച് ടേസ്റ്റ് നോക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ആരിലൊക്കെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കാൻ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്ലോ. എന്തായാലും ബാപ്പി വരട്ടെ, ഞാനപ്പോൾ വരാം. ബായ് ഗൈസ്. അങ്ങനെ നമ്മളെ വാപ്പാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. വാപ്പി സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഓക്കെ, എന്നാ കഴിച്ചു നോക്കൂ. കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നേരെ പറഞ്ഞിരിക്കണ്ടേ. വഴുതനങ്ങ ഇതാണ് ഗൈസ് നമ്മുടെ വഴുതനങ്ങ ആൻഡ് പയർ വിത്ത് മുട്ട വഴറ്റിയത് അല്ലെങ്കിൽ ഉപ്പേരി. ഇഷ്ടപ്പെടുന്നയാ? ഞാൻ പറയിപ്പിച്ചതല്ല ഗൈസ്, വാപ്പ സ്വന്തമായിട്ട് പറയുന്നതാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഞാനിത് കഴിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ചോറിന് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു പാപ്പ, താങ്ക് യു. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൊല്ലല്ലേ, അതിൻ്റെ ഇടയിൽ കയറി ഉണ്ടാക്കുന്നു, അത് കാര്യമില്ല. വാപ്പാൻ്റെ വേറെ പണിയിലാണ്. അപ്പോൾ ഗൈസ് എന്നെ ഇല്ലല്ലോ, ഉള്ളി മതി. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു കുക്കിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വഴുതനങ്ങയോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് വാപ്പ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ തിന്നിട്ട് അങ്ങനെ പോവും അതോടെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ ഗായ്സ്. അപ്പോൾ ഒരു ബൈ ചൊല്ലിക്കോ. ചൊല്ലു ബൈ 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 ബൈ. ബൈ.